തദ്ദേശ സ്ഥാപനങ്ങളിലെ വനിതാ അധ്യക്ഷരായ അനേകം ധീര ശൂര പരാക്രമികളായവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആര്യ രാജേന്ദ്രനും പി ദിവ്യയും തുടങ്ങി നിരവധി ആളുകൾ പോസിറ്റീവായോ നെഗറ്റീവായോ എന്നതല്ല, അവരവരുടെ വ്യക്തിമുദ്രയും തന്റെ ഇടവും തെളിയിച്ചവരാണ്. എന്നാൽ ഇരിക്കുന്ന കസേരയിലേക്ക് മറ്റു പല സ്വാധീനം കൊണ്ട് കയറിക്കൂടിയവർക്ക് അത്തരം തന്റെ ഇടം ഒരിക്കലും ഉണ്ടാവില്ല. തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിന്റെ കഴിഞ്ഞ ദിവസങ്ങളെ വന്ന ചില വീഡിയോകൾ കണ്ടപ്പോഴാണ് ഈ കാര്യം ഓർത്തത്. ആദ്യം ഒരു വീഡിയോ കണ്ടുവരാം. പറയുമ്പോൾ തന്നെ മേയർ കുറച്ചും പറഞ്ഞ 33 അംഗ കോൺഗ്രസ് കൗൺസിലർമാരാണ്. 33 പെടുന്ന ഒരാളാണല്ലോ ജെയിംസ്. അത് കൃത്യമായി നേരത്തെ പറഞ്ഞു, അനാവശ്യമായ കൃത്യമായ സ്റ്റാൻഡ് നമ്മളിവിടെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇതിൽ ആർക്കായിട്ട് എംപ്ലോയ്മെന്റ് ലിസ്റ്റ് മാറ്റിവെച്ച് ഞങ്ങളാണോ? ഞങ്ങൾ പുറത്തേക്ക് വന്നു കിട്ടാ. ഈ എംപ്ലോയ്മെന്റ് ലിസ്റ്റ് ഓഗസ്റ്റ് മാസം 30 ഇന്റർവ്യൂ കഴിഞ്ഞതാ. 30 ഇന്റർവ്യൂ കഴിഞ്ഞ ലിസ്റ്റ് ഇവിടെ നിലനിൽക്കേ ആ ലിസ്റ്റ് നാളെ വെക്കാണ്ട് ഇവര് വേറെ ആളെ വെച്ചു, 100 ആൾക്കാർ വെച്ചു. ആ 100 ആളുകൾക്ക് പുനർനിയമനം നൽകണമെന്ന കഴിഞ്ഞ കൗൺസിൽ അധ്യക്ഷത ആവശ്യപ്പെട്ടത്. പിന്നെ അല്ല, CPM വെച്ച ഡ്രൈവറെ കൊണ്ട് മേയർ യാത്ര ചെയ്യാം, അതാണ് അതിന് പ്രതിവിധി. CPM വെച്ച ഡെയിലി ബസ് ഡ്രൈവർ വെച്ചിട്ട് മേയർ യാത്ര ചെയ്യണം, ഡെപ്യൂട്ടി മേയർ യാത്ര ചെയ്യണം. 10 വർഷം മുമ്പ് ഈ ഡ്രൈവർ എങ്ങനെ വെച്ചത്? എംപ്ലോയ്മെന്റിനാണോ, PSC നിന്നാണോ? അവരവരെ പാർട്ടിക്കാരെ കൊണ്ട് ഡ്രൈവറാക്കി വെച്ചിട്ട് ആ ഡ്രൈവറെയും കൊണ്ട് മേയറും ഡെപ്യൂട്ടി മേയറും ചോദിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇതിനകത്ത് കണ്ടല്ലോ, തൃശൂർ കോർപ്പറേഷനിലെ താൽക്കാലിക ഡ്രൈവർമാരെ മാറ്റുന്നത് സംബന്ധിച്ചുള്ള തർക്കം വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനമായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലമായി ഇടതുമുന്നണിയാണ് കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് എന്നതിനാൽ താൽക്കാലിക നിയമനങ്ങളൊക്കെ ഏതു വിധത്തിലായിരുന്നിരിക്കുമെന്നത് പ്രത്യേകം ഇനി പറയേണ്ടതില്ലല്ലോ. ഇത്തവണ 10 വർഷങ്ങൾക്ക് ശേഷം UDF അധികാരത്തിലെത്തിയപ്പോൾ അത്തരം നിയമനങ്ങളിലൂടെ തുടരുന്നവരെ മാറ്റി എംപ്ലോയ്മെന്റ് മുഖേന താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ ഭരണസമിതി തീരുമാനിച്ചു. അതിന് അവർക്ക് ന്യായവും ഉണ്ടായിരുന്നു. CPM നിയമിച്ച താൽക്കാലിക ഡ്രൈവറാണ് UDFന്റെ മേയറുടെ വണ്ടി ഓടിക്കുന്നത്. അത് അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. എന്നാൽ ഒരുമിച്ച് കുറെ പേരെ പിരിച്ചുവിടുന്നതിനെതിരെ ഇടതുമുന്നണി പ്രതിഷേധമുയർത്തിയപ്പോൾ അതിനെ വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനമാണ് നമ്മളിപ്പോൾ കണ്ടത്. നിങ്ങൾ അതിലെ വിഷയം മാറ്റി നിർത്തിയാൽ മറ്റൊരു സംഗതി ശ്രദ്ധിച്ചിരുന്നു. കാര്യങ്ങൾ വിശദീകരിക്കേണ്ട മേയർ നടുവിൽ മൈക്കിനു മുന്നിൽ വിസ്തരിച്ച് നോക്കിയിരിക്കുകയും ഡെപ്യൂട്ടി മേയർ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയുമാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ ആ വീഡിയോയുടെ ആ ഒരു ഭാഗം നമുക്ക് നോക്കാം. അല്ല, CPM വെച്ച ഡ്രൈവറെ കൊണ്ട് മേയർ യാത്ര ചെയ്യാം, അതാണ് അതിന് പ്രതിവിധി. CPM വെച്ച ഡെയിലി ബസ് ഡ്രൈവർ വെച്ചിട്ട് മേയർ യാത്ര ചെയ്യണം, ഡെപ്യൂട്ടി മേയർ യാത്ര ചെയ്യണം. 10 വർഷം മുമ്പ് ഈ ഡ്രൈവർ എങ്ങനെ വെച്ചത്? എംപ്ലോയ്മെന്റിനാണോ, PSC നിന്നാണോ? അവരവരെ പാർട്ടിക്കാരെ കൊണ്ട് ഡ്രൈവറാക്കി വെച്ചിട്ട് ആ ഡ്രൈവറെയും കൊണ്ട് മേയറും ഡെപ്യൂട്ടി മേയറും ചോദിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇതിനകത്ത് കണ്ടല്ലോ. ഇനി അടുത്തതായി മറ്റൊരു വീഡിയോ കൂടി കാണാം. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ധവളപത്രം കൗൺസിലിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ CPM എതിർക്കുകയും അത്യാവശ്യം കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോഴും അധ്യക്ഷ സ്ഥാനത്തുള്ള മേയർ നിസ്സഹായയായി ഇരിക്കുകയാണ്. ഡെപ്യൂട്ടി മേയർ എഴുന്നേറ്റാണ് മറുപടിയൊക്കെ പറയുന്നത്. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറുടെ വാർത്താ സമ്മേളനങ്ങളും കൗൺസിൽ യോഗങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇവിടെയാണ് തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പൂർണ്ണ പരാജയമാവുന്നത്. നിജി ജസ്റ്റിനെ മേയറാക്കുന്ന സമയത്ത് തന്നെ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇതുവരെ കൗൺസിലർ പോലും ആയിട്ടില്ലാത്ത അവരെ 4 വട്ടം കൗൺസിലർമാരായ സീനിയർ വനിതാ അംഗങ്ങൾ ഉള്ളപ്പോൾ കോക്കസിന്റെ ഭാഗമായി മേയറാക്കുന്നത് വലിയ ദോഷം ചെയ്യുമെന്നും ഇവരുടെ പരിചയക്കുറവ് വലിയ പ്രതിസന്ധിയാവുമെന്നും അന്നേ പറഞ്ഞിരുന്നത്. ആദ്യ ടൈം തന്നെ ഇവർക്ക് നൽകണമെന്നത് ചില നേതാക്കളുടെ, പ്രത്യേകിച്ച് KC വേണുഗോപാലിന്റെ താല്പര്യമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് തൃശൂർ മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ നിജി ജസ്റ്റിനെ കോൺഗ്രസ് പാർട്ടി നിയോഗിച്ചപ്പോൾ അവിടെ മേയറാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ലാലി ജെയിംസ് മോഹഭംഗത്താൽ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേട്ടിട്ട് വരാം. എന്തിനാ പരാതിപ്പെടണേ? അദ്ദേഹം ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ ശക്തമായി എതിർക്കും. കാരണം ഞങ്ങൾ അത്യാവശ്യം അദ്ദേഹം 5 വർഷ കൗൺസിലർ, ഞാൻ 4 തവണയായി. അദ്ദേഹം 5 തവണ, ഞാൻ 4ാം തവണ.
അപ്പോൾ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾ ഞങ്ങളുണ്ട്. ട്യൂഷൻ മാസ്റ്റേഴ്സിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും. രാജമ്പല്ലൻ ട്യൂഷൻ ഇവിടെ കൊടുക്കാൻ വരരുത് ദയവുണ്ടായിട്ട്. രാജമ്പല്ലൻ ട്യൂഷൻ എടുക്കാൻ വന്നാൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. സത്യത്തിൽ ലാലി ജെയിംസ് അന്ന് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്നാണ് നിജി ജസ്റ്റിന്റെ ഇതുവരെയുള്ള പ്രകടനം വെളിവാക്കുന്നത്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണ് കേരളത്തിലെ ജനത നൽകിയത്. എന്നാൽ കോൺഗ്രസ് അല്ലേ പാർട്ടി? പതിവ് പോലെ എത്ര വിജയം കൊയ്താലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള തമ്മിൽ തല്ലും കുതികാൽ വെട്ടും അതിനുശേഷമുള്ള പഴിചാറലും വിഴുപ്പലക്കലും ഒന്നുമില്ലാതെ എന്ത് കോൺഗ്രസ്? ഇത്തവണ വൻ ഭൂരിപക്ഷം നേടിയ തൃശൂർ, കൊച്ചി കോർപ്പറേഷനുകളിലെ മേയർ സ്ഥാനത്തേക്കായിരുന്നു പടവെട്ട്. രണ്ടും വനിതാ സംവരണമായിരുന്നു. എന്നാൽ തമ്മിൽ തല്ലിൽ അല്പം മുൻപിൽ പുരുഷന്മാരാണ് എന്ന സമൂഹത്തിന്റെ പൊതുധാരണയെ തകിടം മറിക്കും വിധമാണ് വീരാംഗനമാർ മേയർ കുപ്പായത്തിനായി പാളയത്തിൽ പടപൊരുതിയത്. ആ കഥ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായതുകൊണ്ട് അതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്ന ഭരണം ഇങ്ങനെ സ്വന്തം താല്പര്യപ്രകാരം കഴിവും അനുഭവ പരിചയവും ഇല്ലാത്തവർക്ക് പതിച്ചു നൽകുമ്പോൾ ഒരു തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ അവരുടെ വോട്ട് കൊണ്ട് ജയിച്ച ശേഷം പാർട്ടി എന്താണ് ചെയ്തത് എന്ന് തീർച്ചയായും അവലോകനം ചെയ്യും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വീണ്ടും വോട്ട് നൽകണോ അതുവരെ അവർക്ക് ആശയക്കുഴപ്പത്തിലാക്കാൻ മാത്രമേ ഇത്തരം നയങ്ങൾ സഹായിക്കൂ. തീരെ പരിചയമില്ലാത്ത ഇവർ പാർട്ടിക്ക് വരുത്തി വെക്കാൻ പോകുന്ന ഡാമേജ് വളരെ വലുതായിരിക്കും. ഈ 2 വീഡിയോകളിൽ നിന്ന് തന്നെ ഇവർ പിൻസീറ്റ് ഡ്രൈവിംഗിൽ നിയന്ത്രിക്കപ്പെടുന്ന ആളാണെന്നും സ്വന്തമായി കാര്യങ്ങൾ വിശദീകരിക്കാനോ കൗൺസിൽ നിയന്ത്രിക്കാനോ കഴിവില്ലാത്ത ആളാണ് എന്നും ആളുകൾ മനസ്സിലാക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവർക്ക് മേയർ സ്ഥാനം കൊടുത്തേ തീരൂ എന്നാണെങ്കിൽ ഒരിക്കൽ പോലും കൗൺസിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഇവരെ ആദ്യ ടൈമിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതിന് പകരം 1 വർഷം കൗൺസിലിൽ ഇരുന്ന് പരിചയം നേടിയതിന് ശേഷം മാത്രം നിയോഗിക്കുന്നതായിരുന്നു നല്ലത്. കൊച്ചി കോർപ്പറേഷനിൽ തർക്കങ്ങൾ ഉണ്ടായെങ്കിലും കൗൺസിലിൽ പരിചയസമ്പന്നയായ മിനിമോളെയാണ് മേയറാക്കിയത്. പൊതുരംഗത്ത് സ്ത്രീകൾ കടന്നു വരുമ്പോൾ ഉയർന്നിരുന്ന വലിയ ആരോപണമാണ് അവരെ മുൻനിർത്തി ഭരണം നടത്തുക മറ്റു വല്ലവരുമായിരിക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിയിച്ച ധാരാളം വനിതകൾ നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് തൃശൂർ പോലെയുള്ള പ്രധാന കോർപ്പറേഷൻ കൗൺസിലിൽ ഇത്തരം പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന് തോന്നിപ്പിക്കും വിധമുള്ള സംഗതികൾ നടമാടുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കോൺഗ്രസിന് ഒട്ടും ഗുണകരമാവില്ല എന്ന് തന്നെ പറയാം.